ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 20ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുമ്പീവ തുമ്പക്കുടത്തിൽ എന്ന് പറയുന്ന സോങ്ങിൻ്റെ പല്ലവി പാർട്ട് 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും എളുപ്പമായിട്ടത് വായിക്കാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ പാട്ടിൻ്റെ തന്നെ പാർട്ട് 2 ആയിട്ടുള്ള അനുപല്ലവി ചരണം രണ്ടും ഒരേ ട്യൂണാണ് വരുന്നത്. അപ്പം അനുപല്ലവിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അനുപല്ലവി എന്ന് പറയുന്നത് മന്ത്രത്താൽ ചാടുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊട, ഗന്ധർവൻ പാടുന്ന മതിലകം മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലെ ഊഞ്ഞാലെ പാടാമോ. അപ്പം ആ ഒരു ലൈനുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ മന്ത്രത്താൽ ചാടുന്ന കുതിര, അപ്പം ലാ 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 ലാ. അപ്പം ആദ്യത്തെ മന്ത്രത്താൽ ചാടുന്ന കുതിര, അതിൻ്റെ നോട്ടുകൾ മാമ എഫ് എഫ് ജി, മന്ത്രത്താൽ ഉള്ളത് എഫ് എഫ് ജി. അടുത്തത് ചാടുന്ന കുതിരയെ, ചാടുന്ന കുതിരയെ, അപ്പോൾ എഫ് ജി എ ഷാർപ്പ് ജി എഫ് ഡി ഡി. അപ്പം മന്ത്രത്താൽ ചാടുന്ന കുതിരയെ, അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എഫ് എഫ് ജി എഫ് ജി എ ഷാർപ്പ് ജി എഫ് ഡി ഡി. മന്ത്രത്താൽ ചാടുന്ന കുതിര എഫ് 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 ജി എഫ് ജി എ ഷാർപ്പ് ജി എഫ് ഡി ഡി. അടുത്ത ലൈൻ എന്ന് പറയുന്നത് മാണിക്യ കയ്യാൽ തൊട, അതിൻ്റെ ബാക്കി മാണിക്യ കയ്യാൽ തൊടാം. അടുത്ത മാണിക്യ കയ്യാൽ തൊടാം. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് വീണ്ടും എഫ് എഫ് ജി എഫ് ജി എ ഷാർപ്പ് ജി, മാണിക്യ കയ്യാൽ തൊടാം. അതാണ് അതിൻ്റെ നോട്ട്. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എഫ് എഫ് സോറി എഫ് എഫ് ജി സോറി എഫ് 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 ജി എഫ് ജി എ ഷാർപ്പ് ജി, എഫ് എഫ് ജി എ ഷാർപ്പ് ജി. ഓക്കെ. അപ്പം അടുത്തത് ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. അപ്പം ഗന്ധർവൻ പാടുന്ന മതിലകം, അതെങ്ങനെയാ നോക്കാം. ആ ലൈൻ നമുക്ക് നോക്കാം. ഗന്ധർവൻ ഗന്ധർവൻ എഫ് ജി എ ഷാർപ്പ് എഫ് ജി എ ഷാർപ്പ്. ഗന്ധർവൻ എഫ് എഫ് ജി എ ഷാർപ്പ് എഫ് ജി എ ഷാർപ്പ്. പാടുന്ന മതിലകം, പാടുന്ന മതിലകം, പാടുന്ന മതിലകം, അതായത് മതിലകം, പാടുന്ന മതിലകം എന്ന് പറയുമ്പോൾ എഫ് ജി എ ഷാർപ്പ് 3 പ്രാവശ്യം ബി സി, എഫ് ജി എ ഷാർപ്പ് ബി 3 പ്രാവശ്യം സി, അങ്ങനെയാണ് വരുന്നത്. അപ്പം പാടുന്ന മതിലകം എഫ് ജി എ ഷാർപ്പ് എഫ് ജി എ ഷാർപ്പ് ബി 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 സി. ഓക്കെ. അടുത്ത ലൈൻ മന്ദാരം പൂവിട്ട തണലിൽ, അതിൻ്റെ വാക്യാണ് ഗന്ധർവൻ പാടുന്ന മതിലത്തിൻ്റെ വാക്യാണ് മന്ദാരം പൂവിട്ട തണലിൽ. അതിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, ആ 3 ബി 2 ബി ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം മന്ദാരം മന്ദാരം, അപ്പം എഫ് ജി എ ഷാർപ്പ് തന്നെ. മന്ദാരം മന്ദാരം പൂവിട്ട തണലിൽ 2 പ്രാവശ്യം ബി വായിക്കുന്നു. എഫ് ജി എ ഷാർപ്പ് ബി ബി സി. മന്ദാരം പൂവിട്ട തണലിൽ
അപ്പോൾ അത്ര മനസ്സിലായി കാണും. ഇനി അടുത്ത് ഊഞ്ഞാലേ ലാ 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 ലാ. അതാണ് നമ്മളിനി പാടാൻ പോകുന്നത്. അപ്പം ഊഞ്ഞാലേ എന്നുള്ള ലൈനാണ് ഊഞ്ഞാലേ. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് അത് ബി ബി സി ബി സി ഡി ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഡി, പിന്നെ എഫ് ഡി ഷാർപ്പ്. അതായത് ബി സി ഡി ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഡി എഫ് ഡി ഷാർപ്പ്. അതാണ് ഊഞ്ഞാല് എന്നുള്ള ആ സംഗതി കൂട്ടിയുള്ള ഭാഗം. അടുത്തത് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പാടാമോ ഊഞ്ഞാലേ പാടാമോ. പാടാമോ എന്നുള്ളതാണ് അതിൻ്റേത് നോട്ടെന്ന് പറയുന്നത് ബി സി ഇ എഫ് ഇ എഫ് ഇ ജി എഫ്. അപ്പം ബി ബി സി ഇ എഫ് ഇ എഫ് ഇ ജി എഫ്. അതായത് രണ്ടാമത്തെ ഭാഗം പാടാമോ എന്നുള്ള ഭാഗം ബി സി ഇ എഫ് ഇ എഫ് ഇ ജി എഫ്. അപ്പം അത് രണ്ടും കൂടെ വായിക്കുക. ഓക്കെ. അടുത്തത് ലാ 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 ലാ. ആ ഒരു അവസാനത്തെ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഒരു 3-4 പീസായിട്ടാണ് അത് വായിക്കുന്നത്. അത് കാണിച്ചു തരാം. ലാ 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 ലാ. ആദ്യത്തെ ഭാഗം ഡി ഷാർപ്പ് ഡി സി ബി. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ഡി ഷാർപ്പ് ഡി സി, അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് ബിയിലേക്ക് വരുന്നു. ആദ്യത്തെ ഭാഗം ഡി ഡി ഷാർപ്പ് ഡി സി ബി. ഡി ഡി ഷാർപ്പ് ഡി സി ബി ആദ്യത്തെ ഭാഗം. രണ്ടാമത്തേത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബി സി എ ഷാർപ്പ് ജി ഷാർപ്പ് ജി. ബി സി എ ഷാർപ്പ് ജി ഷാർപ്പ് ജി. അതായത് രണ്ടാമത്തെ ഭാഗം ബി സി എ ഷാർപ്പ് ജി ഷാർപ്പ് ജി. അതാണ് രണ്ടാമത്തെ ഭാഗം. അടുത്ത ഭാഗം ജി ഷാർപ്പ് ജി എഫ് ഇ. അതാണ് മൂന്നാമത്തെ ഭാഗം. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ജി ഷാർപ്പ് ജി ഷാർപ്പ് ജി എഫ് ജി, ജി ഷാർപ്പ് ജി എഫ് ജി. അടുത്ത ലാസ്റ്റ് ഭാഗം അതായത് ഇ എഫ് ജി ഡി ഷാർപ്പ് ഡി സി ബി. ലാസ്റ്റ് ഭാഗം ജി ഇ എഫ് ജി ഡി ഷാർപ്പ് ഡി സി ബി. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഇ എഫ് ജി ഡി ഷാർപ്പ് ഡി സി ബി. ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ കാണിച്ചു തരാം.
ഇതുകൊണ്ട് നമ്മുടെ പാട്ട് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇത്രയുമാണ്. ഇത് ഒരുമിച്ച് വായിക്കുമ്പോഴാണ് അനുപല്ലവി മുഴുവനായിട്ടും ശരിയാവുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ അനുപല്ലവി ഫുള്ള് വായിച്ച് കേൾപ്പിക്കാം. ആദ്യത്തെ ഭാഗം. ഒരു പ്രാവശ്യം കൂടെ. അടുത്ത ഭാഗം. ഒന്നും കൂടെ. അടുത്ത ഭാഗം. ഒന്നും കൂടെ. ലാസ്റ്റ് ഭാഗം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നോട്ടുകൾ വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ടിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ക്ലാസ് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ വീഡിയോ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് നിങ്ങൾ ലൈക്ക് നൽകി നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ സർക്കിളുള്ളവർക്കെല്ലാം അത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.